ഷീനീസ് കിച്ചൻ. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ഒരു ഇഫ്താർ സ്നാക്കായിട്ടുള്ള മയോ ചിക്കൻ ഡോണറ്റ്സിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ്റെ കീമയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചില്ലിയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഒനിയൻ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പൊട്ടാറ്റോ ആണ്. അതും കൂടെ ചേർത്തതിന് ശേഷം ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ക്രംസ് ചേർത്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് കസൂരി മെത്തിയാണ്. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാകത്തിനുള്ള ഉപ്പാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കുന്ന 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചില്ലി ഫ്ലെക്സുമാണ്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിൽ എടുക്കുക. അതിനുശേഷം ഇതിൽ നിന്നൊരു ബോൾ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തുക. അതിനുശേഷം ഇതിന് നടുക്കിൽ ഇതുപോലൊരു ഹോളൊന്ന് ഉണ്ടാക്കിയെടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ടയും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. മുട്ടയിൽ ഞാൻ 1 പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഓരോ ഡോണറ്റും എടുത്തിട്ട് നമുക്കിതുപോലെ എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എഗ്ഗിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് വെക്കണം. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ടൊന്ന് സെറ്റായിട്ട് വരിക. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഞാൻ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ മയോ ചിക്കൻ ഡോണറ്റ്സ് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റെങ്കിലും കുക്ക് ചെയ്യണം. കാരണം നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്യാത്ത ചിക്കനാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് കുക്ക് ചെയ്യണം. ഇത് ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഡോണറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.